Hello dear student, welcome back to Ejuale 2.0. അപ്പോൾ ഈ വീഡിയോ +1 ഇക്കണോമിക്സ് ആണ് നമുക്ക് നാളെ +1 സ്റ്റുഡൻസിന് എക്സാം ഉള്ളത്. അപ്പോൾ +1 ഇക്കണോമിക്സിൽ നിന്നും നിങ്ങൾ ചാപ്റ്റർ വൈസ് പഠിക്കേണ്ട മെയിൻ ടോപ്പിക്, അതായത് 100% നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസും ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കുറച്ച് ലേറ്റായി, നമ്മൾ +1 വീഡിയോസ് ഇന്ന് മോർണിംഗ് അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ എങ്കിലും പറയാം, അവർക്ക് നാളെ ഉച്ചയ്ക്കാണ് എക്സാം അല്ലേ. +1 കുട്ടികൾക്ക് ഉച്ച വരെ ടൈം ഉണ്ട്, അതുകൊണ്ടാണ് മിസ് ഈ ഒരു ടൈമിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നല്ല ഇമ്പോർട്ടൻ്റ് ആയ ഓരോ ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിനും അതുപോലെ തന്നെ 5 മാർക്കിനും 6 മാർക്കിനും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാം, അതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. +2 സ്റ്റുഡൻസിന് പറഞ്ഞ 50 ഡേയ്സ് ക്രാഷ് കോഴ്സിന് താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയാനായിട്ടുള്ള ഫസ്റ്റത്തെ ഈ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇക്കണോമിക്സ് +1 കുട്ടികൾക്ക് ചാപ്റ്റർ 3 മുതൽ പാർട്ട് 1 ചാപ്റ്റർ 3 മുതൽ ചാപ്റ്റർ 7 വരെയാണുള്ളത്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് പോർഷനിൽ ചാപ്റ്റർ 3 ആൻഡ് ചാപ്റ്റർ 4 ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും അതുപോലെ തന്നെ ആ ഡ്രോയിങ് ചാപ്റ്റേഴ്സും 4 or 5 ആണെന്ന് തോന്നുന്നു. അപ്പം മൊത്തം നമുക്ക് ചാപ്റ്റർ ഉള്ളത് ഒരു 7-8 ചാപ്റ്റേഴ്സ് ആണ്. പല സ്കൂളുകളിൽ പല റീസൺ ആണ്. അപ്പം നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സും പോർഷൻസും ആണ് പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 3 ആണ് ഫസ്റ്റ് മിസ് പറയുന്നത്. ഫസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് ഇല്ല. ചാപ്റ്റർ 3 നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ്റെ ചാപ്റ്റർ ആണ്. ഇതിൽ നിന്ന് നിങ്ങൾ 2 essay ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമുക്ക് 2 രീതിയിലാണ് ചോദ്യം ചോദിക്കുക. ഒന്നാമത്തത്, ന്യൂ ഇക്കണോമിക് പോളിസി പ്രകാരം 1991 ഗവൺമെന്റ് എന്തൊക്കെ മെഷേഴ്സ് ആണ് കൊണ്ടുവന്നത്, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്നൊക്കെ ചോദിക്കും 8 മാർക്കിന്. അവിടെ നിങ്ങൾ എഴുതേണ്ടത് ആ ബുക്ക് കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ന്യൂ ഇക്കണോമിക് പോളിസി 1991 കൊണ്ടുവന്നു. റീസൺ എന്തായിരുന്നു? നല്ലൊരു ക്രൈസിസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്രൈസിസിന്റെ ഭാഗമായിട്ട് നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസി സാപ്പ്, അതേപോലെ തന്നെ സാപ്പും അതുപോലെ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, 3നെയും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ ചോദ്യമാണ് എനിക്ക്. അല്ല എങ്കിൽ ലിബറലൈസേഷൻ മെഷേഴ്സ് എന്താണ് ഡിഫറെൻറ്റ് സെക്ടേഴ്സിലത്തെ, അതും നമുക്ക് 8 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ലിബറലൈസേഷൻ നന്നായി പഠിക്കുക. ഓരോ സെക്ടറിലും കൊണ്ടുവന്ന മാറ്റം, അഗ്രികൾച്ചർ റിഫോംസ്, ടാക്സ് റിഫോംസ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിൽ റിഫോംസ്, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസുകൾ എല്ലാം ഉണ്ട്. എല്ലാത്തിനും 3-4 പോയിന്റ് വീതം നിങ്ങൾ എഴുതുക. അതാണ് ഈ 8 മാർക്കിലെ ലിബറലൈസേഷൻ. ഇത് രണ്ടാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് നല്ല രീതിയിൽ പഠിക്കേണ്ടത് കേട്ടോ. ദെൻ ചാപ്റ്റർ 4ലേക്ക് കടക്കുമ്പോൾ പോവർട്ടിയുടെ ചാപ്റ്റർ ആണ്. ഇവിടെ 3 പ്രോബ്ലം ആണ്, 3 ക്വസ്റ്റ്യൻ ആണ് essay ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് മിസ് ചെയ്തിരിക്കുന്നത്. പോവർട്ടി എന്താണ് 2 മാർക്സിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് നമുക്ക് എന്താണ്? ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ, നമുക്ക് ബേസിക് നെസസിറ്റീസ് ആയ ഫുഡും ഷെൽട്ടറും ക്ലോത്തും ഒന്നും വാങ്ങാൻ ഇൻകം ഇല്ലാത്ത അവസ്ഥയാണ് പോവർട്ടി. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പൂവേഴ്സ് ആരൊക്കെയെന്ന് പഠിക്കുക. റൂറൽ പൂവേഴ്സ് ഉണ്ട്, അർബൻ പൂവേഴ്സ് ഉണ്ട്, അതും പഠിക്കുക കേട്ടോ. ദെൻ കോസസ്, വാട്ട് ആർ ദ ഡിഫറെന്റ് കോസസ് ഓഫ് പോവർട്ടി. പോവർട്ടിയുടെ കോസസ് പഠിക്കണം. ലോ ഇൻകം ആണ്, അൺഎംപ്ലോയ്മെന്റ് ആണ്, ഇനീക്വാളിറ്റീസ് ഇല്ല, ദെൻ ജമീന്ദാരി സിസ്റ്റംസ്, അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. ഒരു 8 കോഴ്സസ് എങ്കിലും പഠിക്കുക. 5 മാർക്കിനും 8 മാർക്കിനും ചോദിക്കും. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത ക്വസ്റ്റ്യൻ, ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകളില്ല. എന്താണ്? വാട്ട് ആർ ദ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസർ ബൈ ദ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് എന്നൊക്കെ ചോദിക്കും. പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം, ഇറാഡിക്കേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ എന്തൊക്കെ മെഷേഴ്സ് ആണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്? 3 മെഷേഴ്സ് ഉണ്ട്. സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമുകൾ ഉണ്ട്, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമുകളുണ്ട്, സെക്യൂരിറ്റി പ്രോഗ്രാംസുകളുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി. 3നും 5 പോയിന്റ് എങ്കിലും പഠിക്കണം, അതായത് വിത്ത് എക്സ്പ്ലനേഷൻ. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, JRY, NRY എന്നൊക്കെ എഴുതിയിട്ട് ഷോർട്ട് ചെയ്യാനും എക്സ്പ്ലനേഷനും. ഇതാണ് നിങ്ങളെ സംബന്ധിച്ച് പഠിക്കാനുള്ള ഏറ്റവും ചലഞ്ചായ ഒരു 8 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അപ്പോൾ ഈ 3 പോർഷൻസ് നിങ്ങൾ ഇവിടുന്ന് പഠിച്ചാൽ മതി. ചാപ്റ്റർ 4 എന്ന് പഠിച്ചാൽ മതി. ചാപ്റ്റർ 5 എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ 5 മാർക്കിന് ചോദിക്കാം. എന്താണ്? എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ മൈഗ്രേഷൻ, ട്രെയിനിങ്, ഹെൽത്ത്, അതൊക്കെയാണ്. അതേപോലെ ഹ്യൂമൻ ക്യാപിറ്റലും ഫിസിക്കൽ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്? ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളത്? നമ്മുടെ NCERT, അതുപോലെ UGC, അതൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത് കേട്ടോ. ദെൻ
6ാമത്തെ ചാപ്റ്റർ റൂറൽ ഡെവലപ്മെന്റ് ആണ്. റൂറൽ ഡെവലപ്മെന്റിൽ എന്താണ് റൂറൽ ഡെവലപ്മെന്റ്? നമുക്ക് 4 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാറുണ്ട് എന്താണ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളത്. ദെൻ ഓർഗാനിക് ഫാമിങ്ങും ബെനിഫിറ്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് 5 മാർക്കിന്. അതായത് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എല്ലാം മാറ്റിയിട്ട് ബയോ പെസ്റ്റ് കൺട്രോൾ, ബയോഡൈവേഴ്സിറ്റി ചെയ്യാനായിട്ട് നമ്മളെ ബയോ കെമിസ്ട്രീസ്, അതായത് ഫെർട്ടിലൈസേഴ്സും ഒക്കെ യൂസ് ചെയ്യാം. അതാണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്, പഠിക്കണം. ദെൻ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ക്രെഡിറ്റ് ഏജൻസീസ്, അതായത് നബാർഡ്, നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്ന ഏജൻസി. നബാർഡ് ഉണ്ട്, RRP ഉണ്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇതൊക്കെ ഏതാണെന്ന് പഠിക്കണം. ഒരു 5-6 എണ്ണം ഉണ്ട്, 5-6 എണ്ണം ഡിഫറെൻറ്റ്. ഇതൊക്കെ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഗുണം എന്താന്ന് വെച്ചാൽ 2 മാർക്കിന് ചോദിച്ചാലും നമുക്ക് കിട്ടണം. ദെൻ 7ാമത്തെ പാഠമാണ് അൺഎംപ്ലോയ്മെന്റ്. നമ്മൾ എംപ്ലോയ്മെന്റ് സെക്ടറിന്റെ പാഠമാണ്. ഇവിടെ അൺഎംപ്ലോയ്മെന്റ് എന്താണ്, അതിന്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ സീസണൽ, ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ചാപ്റ്റർ ലാസ്റ്റ് ഉണ്ട്, പഠിച്ചിരിക്കണം. ഓരോന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വന്നില്ലെങ്കിൽ എന്താണ് ആ റേഷ്യോ എന്നും അതിന്റെ ഇക്വേഷൻ എഴുതി വെക്കുക, 2 മാർക്കിന് കിട്ടും. ദെൻ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറിയുടെ കാൽക്കുലേഷൻ. പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താ, അഗ്രികൾച്ചർ, നേച്ചുറൽ റിസോഴ്സസിന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ജീവിക്കുന്നത്. എന്താണ് അഗ്രികൾച്ചർ, മൈനിങ്, ഫിഷറീസ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ ആണ്, അതായത് ബിൽഡിംഗ് വയ്ക്കുക, ഡാം പണിയുക, അങ്ങനെയുള്ള സെക്ഷൻ. ടെർഷ്യറി എന്ന് പറയുമ്പോൾ സർവീസ് സെക്ടർ ആണ്, ബാങ്കിങ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസ്മെന്റ്, അതൊക്കെയാണ്. ദെൻ NREGP കുറിച്ച് നല്ല പോലെ പഠിക്കുക, 4 മാർക്കിന് സെപ്പറേറ്റ് ചോദിക്കും. ഇതെന്താ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. എന്താണ്, തൊഴിലുറപ്പ് പദ്ധതി. ഒരു കൊല്ലത്തില് 100 ദിവസം നമ്മൾ ജോലി അവർക്ക് കൊടുക്കുന്നു. റൂറൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ടാണ്. അത് വയോധികർക്കാണ്, ഏത് ജോലിയും പറ്റും. ഇതിനെ ഇപ്പോൾ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എന്നും കൂടി കൂട്ടിയിട്ടുണ്ട്, എന്നും കൂടി നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2005 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫിങ്ങിലും നിങ്ങളത് പഠിച്ചിരിക്കണം. ദെൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടറിലെ ഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലെ എംപ്ലോയീസിനെ കുറിച്ചിട്ട് ഡിഫറൻസ് പഠിക്കാനും എഴുതിയിരിക്കുക കേട്ടോ. ഇത് വേഗം കഴിയും ഈ ഒരു ചാപ്റ്റർ. ഇത്രയാണ് പാർട്ട് എയിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. അതായത് എസ്സേ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമുക്ക് വായിച്ച് പഠിക്കാനുള്ള 3, 4, 5, 6, 7 5 ചാപ്റ്റേഴ്സ്. ഇതാണ് 5 ചാപ്റ്റേഴ്സ് നമുക്ക് പാർട്ട് എയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷനിലേക്ക് വരുമ്പോൾ 2 ചാപ്റ്റേഴ്സ് ആണ് അവിടെ മെയിൻ ആയിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. അതായത് ചാപ്റ്റർ നമ്പർ 4 ആൻഡ് ചാപ്റ്റർ നമ്പർ 5. ഇതിൽ നിന്ന് 2നും തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത് നിങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ട് പഠിക്കാം മീൻ മീഡിയൻ മോഡ് ഓൺ കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിന് എങ്ങനെ മീൻ മീഡിയൻ മോഡ് കാണാം, എങ്ങനെയാണ് മീൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. സിഗ്മ FM ബൈ സിഗ്മ എഫ്. ഇതിന് സിഗ്മ FX എന്നും മിഡ് വാല്യൂവിന് FX എന്ന് പറയുന്നവരും ഉണ്ട്. ദെൻ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കുക. L+N/2 - CF/F/H. ഇതിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ മോഡ് കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക. L+D1/D1+D2. ഇത് അറിയാത്ത കുട്ടികളുണ്ട് എങ്കിൽ നമുക്ക് ഇനി നിങ്ങൾക്ക് ഇതിൽ വേണ്ട ഏത് വീഡിയോ ആണ്, നാളെ ഉച്ചയ്ക്ക് വരെ എക്സാമ്പിൾ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൂടി നമുക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. ദെൻ ഒജൈവ് വരയ്ക്കാനുള്ളത്, ഹിസ്റ്റോഗ്രാം വരയ്ക്കാനുള്ളത്, പൈഡയഗ്രാം വരയ്ക്കാനുള്ളത്. ഇത് 3ലും ഒജൈവ് 8 മാർക്കിന് ചോദിക്കാം, ഹിസ്റ്റോഗ്രാം 5 മാർക്കിന് ചോദിക്കാം, പൈഡയഗ്രാം 4 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പൊ തന്നെ ഇത് 4 നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ തന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് എത്ര മാർക്കായി നോക്കിയേ, 10-20 മാർക്കോളം തന്നെ ആയി. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് തിയറി എന്ന് പറയാനുള്ളത് മീൻ മീഡിയം മോഡത്തിന്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഇക്വേഷൻസ് ആണ്. 3 മീൻ -2 മോഡ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കാറ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 2 പാർട്ടാണ് മെയിൻലി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ദെൻ പാർട്ട് 1ൽ നിന്ന് എല്ലാ പാർട്ടിൽ നിന്നും ചാപ്റ്റർ വൈസ് എടുത്തിട്ടുണ്ട്. ഓരോ പാർട്ടിൽ നിന്നും 8 മാർക്കിന്റെ പ്രോബ്ലംസ് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും +1 സ്റ്റുഡൻസിനോടാണ് ഇതിൽ ഏതെങ്കിലും പറഞ്ഞ ടോപ്പിക്കുകൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എത്രയും വേഗം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ നമ്മൾ ഇത്രയും വേഗം വിത്ത് നൈറ്റ്, കാരണം നിങ്ങൾക്ക് 12 മണിക്ക് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും നാളെ ഉച്ച വരെ ടൈം ഉണ്ട്, നിങ്ങൾക്ക് ഇരുന്ന് കാണാം. കാൽക്കുലേഷൻസ് വേണോ അല്ലെങ്കിൽ വരയ്ക്കുന്നത് വേണോ അല്ലെങ്കിൽ ഏതെങ്കിലും എസ്സേ പ്രോബ്ലം വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നയിച്ചു കൊടുക്കുക. ഇത്രയും വേഗം ടൈം കളയാതെ പഠിക്കാം. ഇനിയും ടൈം ലൈറ്റ് ആയിട്ടില്ല. എക്കണോമിക്സ് സ്റ്റുഡൻസിന് ഇനിയും നമുക്ക് പഠിക്കാം. നമുക്ക് കൊമേഴ്സ് കുട്ടികൾ മാത്രമല്ല +1 ഹ്യൂമാനിറ്റീസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലോ എക്കണോമിക്സ്. അതുകൊണ്ട് 2 പേർക്കും ഉപകാരമാവട്ടെ എന്ന് പറയുന്നു. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.